കോഴിക്കോട് IIMൽ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത ജാതി വിവേചനവും പീഡനവും. പരാതിയിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്നും മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നതായും ആരോപണമുണ്ട്. തനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമം പ്രതിരോധിച്ചതും മറ്റൊരു ജീവനക്കാരിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിൽ അതിജീവിതയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തതോടെ പ്രതിവാര നടപടികളുടെ ഭാഗമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും യുവതി പറയുന്നു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ആ പരാതിക്കാരി അനീഷിനൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം, പരാതിക്കാസ്പദമായ സംഭവം എന്നാണ്. ഈ യുവതി എന്താണ് ഇവർ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. കാരണം തൊഴിലിടങ്ങളിൽ ഉണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സിനിമയ്ക്കായാലും അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തൊക്കെ ആയാലും പല ഇടങ്ങളിൽ നിന്നും ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുന്ന ഒരു കാലം കൂടിയാണ്. ഇവിടെ ഈ യുവതിക്ക് നേരെയും ഒപ്പം മറ്റൊരു ജീവനക്കാരിക്ക് നേരെയും ലൈംഗിക അതിക്രമം അവിടുത്തെ ഒരു ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. ഇത് ചോദ്യം ചെയ്യുകയും രണ്ടാമത് ലൈംഗിക അതിക്രമം ഉണ്ടായ ഇരയ്ക്കൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്നു. ആ കേസ് കോടതിയിലൊക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യം കൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നിരന്തരം ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുക, ഒപ്പം മറ്റ് അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറയുക, പിന്നീട് ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുക. അതിന് കൃത്യമായൊരു മറുപടി ചോദിച്ചാൽ നൽകാതിരിക്കുകയും ചെയ്യാം. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പരാതിക്കാരോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്താണ് IIMൽ ഉണ്ടായത്? നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിവേചനങ്ങളും പീഡനങ്ങളുമാണ് അവിടെ നിന്ന് നേരിടേണ്ടി വന്നത്? ഞാൻ IIMൽ ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ അസിസ്റ്റൻറ്റ് സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 20 രാവിലെ എന്നത്തെയും പോലെ ഞാൻ രാവിലെ ജോലിക്കായി 8 മണിക്ക് എത്തിയപ്പോഴാണ് എനിക്ക് പഞ്ച് ചെയ്യാൻ സമ്മതിക്കാതെ ഗേറ്റിൻ്റെ അടുത്ത് 8-9 സെക്യൂരിറ്റീനെ അണിനിരത്തിക്കൊണ്ട് എന്നെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് എന്നെ സെക്യൂരിറ്റി സ്റ്റാഫുകൾ അകത്ത് കടത്താണ്ട് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടടി, നീ അധികം ഇതിൽ ആളായി നടക്കണ്ട, നീയൊക്കെ പോയി നിനക്ക് ജോലി വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വളരെ അപമാനിച്ച് ഞാൻ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് ക്യാമറേൻ്റെ മുന്നിൽ കൂടെ ഞാൻ തിരിച്ച് പുറത്തേക്ക് പോയത്. ആ സമയം തന്നെ ഞാൻ എന്താണ് കാര്യം എന്നറിയാതെ, എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല എന്ത് സംഭവിച്ചെന്ന് അറിയാൻ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സൂപ്പർവൈസർ ബാലകൃഷ്ണനെ വിളിച്ചു, അയാൾ ഫോൺ എടുത്തില്ല. പിന്നെ അതിൻ്റെ AO 11 എന്ന് പറഞ്ഞ സാറിനെ വിളിച്ചു, അയാൾ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ മൂന്നാമത് ഞാൻ ഇതിൻ്റെ ശ്രീ സായിനാഥ്, ഞങ്ങൾ തേർഡ് പാർട്ടി കോൺട്രാക്ട് ബേസിലാണ് ജോലി ചെയ്യുന്നത്. ശ്രീ സായിനാഥ് ഏജൻസി ലക്നൌവിലാണ്. അവരെ വിളിച്ചപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു IIM എന്ന് കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് വല്ലാണ്ട് പ്രഷർ തരുന്നുണ്ട്, നിങ്ങളെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിനവർ പറയുന്ന കാരണം നിങ്ങളെ ലീവ് അറ്റൻഡൻസിൻ്റെ ആണ് പറയുന്നത്. അറ്റൻഡൻസ് എന്ന് പറയുന്നത് എനിക്ക് പെർമിഷൻ തന്നിട്ടാണ് ഞാൻ ലീവ് എടുക്കുന്നത്. മുൻകൂട്ടി അനുവാദം ചോദിച്ചിട്ടാണ് ഏതൊരു സ്റ്റാഫും അവിടെ ലീവ് എടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ പുറത്താണ് ലീവ് എടുത്തത്. പക്ഷേ എനിക്ക് ടെർമിനേഷൻ ലെറ്ററായി 8 മണി വരെ എനിക്ക് കിട്ടിയിട്ടില്ല. മുൻകൂട്ടി അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന ജോലിക്കാർക്ക് അവരെ ഷോക്കേസ് നോട്ടീസോ അല്ലെങ്കിൽ മുൻകൂർ വാണിങ്ങോ അതെല്ലാം അവിടെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് മാത്രം അത് ഉണ്ടായില്ല. എനിക്ക് ഇന്നലെ 8 മണിക്ക് എന്നെ അകത്ത് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്ന് സെക്യൂരിറ്റി എന്നെ അറിയിക്കുമ്പോഴും മറ്റ് ഒഫീഷ്യലുകളൊന്നും എന്നെ ബന്ധപ്പെടാതെ ആ സമയം 12:30ക്കാണ് എനിക്ക് മെയിൽ വഴി എനിക്ക് എൻ്റെ ടെർമിനേഷൻ ലെറ്റർ ശ്രീ സായിനാഥ് അയക്കുന്നത്. അതിനകത്ത് പറയുന്നത് മൾട്ടിപ്പിൾ വാണിംഗ് തന്നെന്നും എന്നെ ഒരുപാട് ടൈം അഡ്വൈസ് ചെയ്തിട്ടും ഞാൻ അത് അനുസരിച്ചില്ല, ഇമ്പ്രൂവ് ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള ഏതാണ് അതിനകത്ത് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറയുന്നത് നിങ്ങൾ IIMുമായിട്ട് ബന്ധപ്പെടുക, ഞങ്ങൾക്കൊരു നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണ ഒരു ആഗ്രഹമല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങളെ ഏജൻസിയോടെ നിന്ന് പോകണമെങ്കിൽ അവർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാഡം ഒന്നും വിചാരിക്കരുത്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ട് ഞങ്ങളെ വിളിച്ചോളൂ, ഞങ്ങൾ ടെർമിനേഷൻ റിന്യൂ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. IIMലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറാൻ തന്നെ നമുക്ക് ആർക്കും പറ്റില്ല. അത്രയും സെക്യൂരിറ്റി പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പുറകെ ഞാൻ നേരെ ചെന്ന് കാണിച്ചത് ഞാനവിടെ കുന്നമംഗലം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ എനിക്ക് അതിനകത്ത് ജാതീയ പീഡനം ഉണ്ടായതും അതുപോലെ എനിക്ക് മാനസികം ശാരീരിക പീഡനമൊക്കെ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലീസ് എന്താണ് ജാതീയ പീഡനം നടന്നതെന്നോ വ്യക്തിപരമായി എന്തുണ്ടായെന്നോ ചോദിക്കാതെ ഇപ്പം നിങ്ങൾക്ക് ജോലിയിലെ പ്രശ്നമല്ലേ അത് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലാക്കി. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഒരു പരാതിയായിട്ട് സ്റ്റേഷനിൽ ചെല്ലുന്ന ആൾക്ക് നമുക്കറിയില്ല എന്താണ് ഇതിൽ വരാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന സംഭവങ്ങൾ ജോലിയിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ ജോലിയുള്ളത് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ വേറെ സ്ഥലത്ത് SC പരാതികളാണ്, നിങ്ങൾ SC കമ്മീഷൻ അയക്കുക, അത് നിങ്ങൾക്കൊരു പരാതി അതോറിറ്റി ഉണ്ടെന്ന് അവരെന്നോട് പറയേ. അതിനനുസരിച്ച് ഞാൻ ഈ പരാതി അവിടെ എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ അന്ന് തന്നെ SI പറഞ്ഞത് നിങ്ങൾ ലേബർ കോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഞങ്ങൾക്ക് ഇതിനൊക്കെ ഉണ്ടായ ഒരു തുടക്കം എന്ന് പറയുന്നത് IIMൽ ഒരു ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ ഒരു ലേഡിക്ക് ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് IIMൽ ഒരു സ്റ്റാഫ് നേരിട്ടിരുന്നു. അത് ആ കുട്ടി ഒരു സൂപ്പർവൈസർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ മെയിൻ സൂപ്പർവൈസറെയും കൂട്ടി ഞങ്ങൾ IIMൻ്റെ AO എടുത്ത്
ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞ് സാക്ഷി ഇല്ലാതെ ഇത് കേസെടുക്കാൻ പരാതിയാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ തിരിച്ചു വിട്ടു. ഞാൻ അതേ പരാതി ആ അതിജീവിതനെ അറിയിക്കുകയും അവരത് നേരെ ഡയറക്റ്റ് വനിതാ സ്റ്റേഷൻ കോഴിക്കോട് ബന്ധപ്പെടുകയും അതിനുശേഷം അവരത് കേസാക്കുകയും ആ ചെയ്ത പ്രതിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അതിൻ്റെ വൈരാഗ്യം അയാളും അയാളെ കൂടെ ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്കും എന്നോടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു സുരേന്ദ്രൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു രാമദാസൻ പറഞ്ഞ രേയോ, ഇപ്പോഴത്തെ രേയോ ഉണ്ട്. കാരണം ഇവരൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ, ആർമിയിലൊക്കെ ഇരിക്കുമ്പോൾ ഉള്ള ബന്ധങ്ങളിലുള്ള സുഹൃത്തുക്കളാണ്. പിന്നെ അതിനുശേഷം ഇയാൾക്ക് ക്ലീനിങ് സെക്ഷനിൽ ഒരുപാട് ആൾക്കാരായിട്ടുള്ളൊരു ഒരു ബന്ധം ഉണ്ടായിരുന്നു. പറയാൻ പ്രത്യേകിച്ച് ജെൻസിനോട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. കാരണം അവർ ഏജായിട്ട് 40-45 വയസ്സായിട്ട് ജോലി ചെയ്യുന്നവരും ഇയാളൊരു മിലിറ്ററിക്കാരനായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ അത് പുറമെ എൻ്റെ ക്ലീനിക് സ്റ്റാഫിലുള്ള കുറച്ച് ആളുകൾക്ക് ഇയാളെ എൻ്റെ സൂപ്പർവൈസർ ബാലകൃഷ്ണൻ എന്ന് പല രീതിയിലുള്ള പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവരെന്നോടത് ചില സമയങ്ങളൊക്കെ മേഡം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ ജോലിയിൽ നിന്ന് പുറത്താക്കും, ഇയാൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഇവിടുന്ന് പുറത്താക്കും, അതുകൊണ്ട് മേഡം സൂക്ഷിക്കണം, ഇയാൾ ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണം ഓഫീസിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്നൊക്കെ പറയും. അതിനുശേഷം ഞാനത് മൈൻഡ് ചെയ്തില്ല. കാരണം ഒരു ഇത്ര ഏജായ ഒരു എക്സ് സർവീസാണ്, ഒരു മകൻ മരിച്ചാണ്, ഇയാൾ കഥകളും പലതും ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഓഫീസിലിട്ട് ഇയാൾ വല്ലാണ്ട് ബേക്ക് കൂടെ വന്ന് പിടിക്കുക, അതുപോലെ മുഖത്ത് വന്ന് പിടിക്കുക, നുള്ളുക, നീ നിറം വെച്ചല്ലോടി എന്ന് പറഞ്ഞ് കവിള് വന്ന് പിടിക്കുക, പല രീതിയിൽ അയാൾ ഇങ്ങനെ മേലെ കൈയൊക്കെ ഇങ്ങനെ തൊട്ടതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാർ എനിക്ക് ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു റിയാക്ട് ചെയ്ത്, സാർ എൻ്റെ കൈ പിടിച്ചു, എനിക്ക് അച്ഛനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ എന്നൊക്കെ രീതിയിൽ ഞാൻ അതിനെ നെഗറ്റീവാക്കി എടുത്ത് കളഞ്ഞു. പക്ഷേ എനിക്കത് മനസ്സിലായി, പലരും പറഞ്ഞുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചേ നിൽക്കാറുള്ളായിരുന്നു. അല്ലാതെ തന്നെ ഒരു കോൺവക്കേഷൻ ഡേയിലന്ന് ഇയാൾക്ക് എതിരെ എനിക്ക് രാത്രി ഒരു 9-10 മണിയായപ്പോൾ ഞാനന്ന് വീട്ടിലേക്ക് പോകാനുള്ള രീതിയിൽ അന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പോകാൻ നേരത്തെ ഇയാൾ അവിടെ വെച്ചിട്ട് എച്ച് ഹോസ്റ്റലിൻ്റെ ഒരു സൈഡിൽ ഞങ്ങളെ റൂമിലേക്ക് കയറുന്ന അവിടെ വെച്ചിട്ട് ഇയാൾ വല്ലാണ്ട് ഉപദ്രവിക്കാൻ വന്നു. അന്ന് ഞാൻ തന്നെ കൈകാര്യം ചെയ്തതാണ്. അയാൾക്ക് എൻ്റെ കയ്യിൽ നല്ലോണം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞ് അയാൾ വേറെ ആരോ വരുന്ന സൗണ്ട് കേട്ട് ഇയാൾ തിരിഞ്ഞ് ഓടിക്കളഞ്ഞാണ് അവിടെ നിന്ന്. അത് ഞാൻ എൻ്റെ സ്റ്റാഫിനോട്, ക്ലീനിങ്ങിലുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട് ഇയാൾ ഭയങ്കര സാധനം കേട്ടോ എന്നൊക്കെ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യലി 1-2 ആൾക്കാരോട് ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നിലവിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം അതിജീവിതയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ പരാതി കൊടുത്തിട്ട് തന്നെ ഒന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ ഒരു സൂപ്പർവൈസർ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് ഡയറക്ടർ ലെവലിലും മറ്റു ലെവലിലൊക്കെ ഒരുപാട് ഇയാൾക്ക് സൗഹൃദങ്ങളുള്ളതാണ്. അതിന് അയാൾ മിസ്യൂസ് ചെയ്ത് പലതും ചെയ്ത് നമുക്കറിയാം. അതുകൊണ്ട് എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇയാളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഹൗസ് കീപ്പിങ്ങിലും സെക്യൂരിറ്റിയിലുള്ള ഇയാളെ സുഹൃത്തുക്കൾ മുഖാന്തരമാണ് പല ഇടങ്ങളിലും വെച്ചിട്ട് പല ഡേറ്റുകളിൽ എനിക്ക് എന്നെ ജാതീയപരമായി ആക്ഷേപിക്കുകയുണ്ടായി. SC കക്കൂസ് കഴിക്കാൻ മതി, നീയൊക്കെ ഇതിന് നിൽക്കുന്ന വേറെ പണിക്ക് പോയാൽ മതി എന്നുള്ള വളരെ മോശമായ രീതിയിൽ എന്നെ അപമാനിക്കുക, എന്നെ മാനസികമായി തളർത്തി ഞാൻ ജോലിയിൽ നിന്നിട്ട് പോകണം, അവർക്ക് അവരെ ആളുകൾ അവിടെ ജോലിയിൽ വെക്കണം, ആ ഉദ്ദേശം വന്ന സമയത്ത് തന്നെ അവർക്കുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ പരാതിയായിട്ട് എൻ്റെ സൂപ്പർവൈസർക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഇയാൾ അതൊന്നും ഹയർ ലെവലിലേക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ എൻ്റെ ലീവിൻ്റെ കാര്യങ്ങൾ ഇയാൾ അതും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ എൻ്റെതിൽ അയാൾ ഡിലേ വരുത്തിക്കളഞ്ഞ്. കാരണം ഇയാളും കൂടെ പ്ലാൻ ചെയ്ത് പല മീറ്റിങ്ങുകളും ഞങ്ങൾ സ്റ്റാഫിൻ്റെ ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഞങ്ങൾ വെക്കാറുണ്ട് മന്ത്ലി. പക്ഷേ ഒരു മീറ്റിങ്ങിൽ ഇയാൾ എന്നെ പങ്കെടുപ്പിക്കാതെ ഇയാൾ ചെയ്തു വെച്ച പല കാര്യങ്ങളും ഞാൻ ചെയ്തതാണെന്നുള്ള രീതിയിൽ ഹയർ അതോറിറ്റീനെ അറിയിക്കുന്നുണ്ട്, ഫോട്ടോ എടുത്തിട്ട് ക്ലീനിങ്ങിൻ്റെ അറിയിക്കുന്നുണ്ട്, അവർ നിങ്ങളെ മോശക്കാരിയാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്താന്ന് പറഞ്ഞിട്ട് ക്ലീനിങ് സ്റ്റാഫുകളുടെ അടുത്തേക്ക് ഇയാളെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് എന്നോട് ക്രമേണ എൻ്റെ അടുത്ത് ശത്രുത വരുന്ന രീതിയിൽ ഇയാൾ ആക്കിയെടുത്തു. എന്നോട് ആരും മിണ്ടാതെയായി. ഈ ലേഡിയുടെ അതിജീവിതയുടെ കേസ് വന്ന തൊട്ട് എന്നോട് ഒറ്റ ഈ 98 പേരിൽ എന്നെ സൂപ്പർവൈസർ ഒരാൾ എന്നോട് സംസാരിക്കാതായി. ഞാൻ ഇരിക്കുന്ന ഭാഗത്ത് ഇരിക്കരുത്, അവരെ ഗ്രൂപ്പിൽ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, മേഡത്തിന് കൂടെ ചായ കുടിക്കാനും മീറ്റിംഗ് പങ്കെടുക്കാനും ഒന്നിനും പങ്കെടുക്കരുത്, അവരെ ഒറ്റപ്പെടുത്തണം, അവരെ ഇവിടെ ഓടിക്കണം എന്നുള്ള രീതിയിൽ അവർ വോയിസുകൾ തന്നെ പലതുണ്ടാകും. ഗ്രൂപ്പ് തന്നെ ചെക്ക് ചെയ്താൽ അറിയാം. അപ്പം ഇങ്ങനെ ഒരുപാട് മാനസികമായ പ്രയാസങ്ങളുണ്ടായിട്ട് ഞാൻ നിന്നുപോയത് എൻ്റെ ഒരു ഫാമിലി, എനിക്കൊരു 16 വയസ്സ് പെൺകുട്ടിയുണ്ട്, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു സിംഗിൾ പാരൻ്റാണ്. ഈ ഒരു പ്രശ്നത്തിൽ ഇവർ അവിടുന്ന് CCTV ഫുട്ടേജ് എടുത്തും ഫോട്ടോ എടുത്തും കഥകൾ പറഞ്ഞ് അവിടുത്തെ ഒരു സ്റ്റാഫുമായി ചേർത്ത് എൻ്റെ പേരിൽ കഥകൾ ഉണ്ടാക്കിയിട്ട് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും അയച്ചു കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് കഴിഞ്ഞ മാർച്ച് 26 എൻ്റെ ഒരു ഡിവോഴ്സ് തന്നെ നടന്നു കഴിഞ്ഞത്. കാരണം ഇത്രയും കാര്യങ്ങൾ IML ഒരു പട്ടാളക്കാരും ഓഫീസേഴ്സൊക്കെ അറിയിക്കുമ്പോൾ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു എക്സ് സർവീസ്മാൻ കൂടിയാണ്. അയാൾക്കെന്ന് വെച്ചാൽ പട്ടാളത്തെ വലിയ ആൾക്കാർ പറയുന്നതാണ് അയാളെ സത്യം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളും അത് വിശ്വസിച്ചിട്ട് ശരി എന്നുള്ള രീതിയിൽ ഞങ്ങൾ കോഴിക്കോട് കോടതി വെച്ചാൽ ഡിവോഴ്സ് നടന്നത്. ഒരു വർഷം അതാവുന്നേ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ IM മുഖാന്തരം എൻ്റെ വ്യക്തിപരമായതും വളരെ സ്ത്രീ എന്ന രീതിയിൽ എൻ്റെ നിലയിൽ എന്നെ അപമാനിക്കുന്ന രീതിയിൽ വളരെ മോശമായി, ആരന്വേഷിച്ചാൽ എന്നെപ്പറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നുള്ള രീതിയിൽ മോശമായ രീതിയിൽ കഥകൾ അടിച്ചിറക്കിയിട്ട് ഇവർ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നെ വെച്ചാൽ ഇത് വെച്ചിട്ട് ഞാൻ പല
സ്ഥലത്തും ലോക്കൽ പോലീസ് തൊട്ട് പരാതി കൊടുത്തു. അവിടെ നിന്നും ഭയങ്കര പാർട്ടി പ്രഷർ ഉണ്ടായിരുന്നു. അവിടുത്തെ കുന്നമംഗലത്തെ ലോക്കൽ പാർട്ടി പ്രഷർ അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ആ കമ്മീഷണർ ത്രൂ അത് ACP നോർത്ത് ACക്ക് വന്നു. അത് അന്വേഷിക്കാൻ വന്ന വനിതാ സ്റ്റേഷനിൽ ഉഷ എന്ന് പറഞ്ഞ CI ആയിരുന്നു. അവർ പരസ്യമായിട്ട് പ്രതികളാണ് നമ്മുടെ സാക്ഷികളെ കൂട്ടിക്കൊണ്ടുവന്ന് മൊഴിയെടുത്തിട്ട് കേസിന് ഒരു സാക്ഷികൾക്ക് മൊഴികളെ രേഖപ്പെടുത്താതെ കൃത്യമായി അത് വളച്ചൊടിച്ച് കളഞ്ഞ് കേസ് ഇതില്ലാതാക്കി മാറ്റിക്കളഞ്ഞ്. അതിനുശേഷം ഞാൻ രണ്ടാമതും പരാതി കൊടുത്തു. അതും നടന്നില്ല. പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് പിന്നെ അത് ACPക്ക് വന്നു. അത് ACPയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച സമയത്ത് അയാൾ എന്നോട് പറഞ്ഞത് അവരുള്ള ആൾക്കാർക്ക് ഇഷ്ടത്തിന് കടന്നു കൊടുക്കുകയും നിൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 60 വയസ്സ് വരെ ജോലിയിലോ അല്ലെങ്കിൽ പെർമനന്റ് പോസ്റ്റിലോ ജോലി കയറിക്കൂടായിരുന്നോ, എന്തിനാ അതിന് നിന്നത് എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അതാണ് ഒരു പരാതിയായിട്ട് നമ്മളൊരു സ്റ്റാർ വെച്ച ഒരാളടുത്ത് പരാതിയായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അയാൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിൽക്കാതെ നമ്മളെ പരാതി കേൾക്കാതെ നമ്മുടെ ഇരകളുടെ കൂടെ നിന്നിട്ട് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് അയാൾ ഇത് നമ്മളെ കേട്ടത്. അയാളൊരു നമ്മൾ കഥനകഥകൾ പറയുമ്പോൾ അയാൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം പോലെ കേട്ടിട്ട് നമ്മളെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിൽ നമ്മളൊരു തേർഡ് റേറ്റ് എന്ന് വെച്ചാൽ അത്രയും തരം താണ രീതിയിലാണല്ലോ അയാൾക്ക് കിട്ടിയ പിക്ചർ നമ്മളടുത്ത് അവതരിപ്പിക്കുമ്പോഴാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അന്ന് വളരെ എനിക്ക് അന്ന് മനസ്സിലായി ഇത് എവിടെ നീതി കിട്ടൂല എന്നുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ACP മാറി പുതിയൊരാൾ വന്നു. പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്നു. വന്ന ശേഷം കൃത്യമായി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സാക്ഷികൾ മൊഴി കൊടുത്തു. എന്നെ മൊഴിയെടുക്കാൻ വേണ്ടി എന്നെ IMലേക്ക് വിളിച്ചു. അന്ന് ഞാൻ ചെന്നപ്പം തന്നെ കാണുന്നത് ഈ പ്രേമചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾ ഈ പ്രതികളിൽ ഒരാളെ മോഹനകൃഷ്ണ എന്ന് പറഞ്ഞ അയാൾ ഫുൾ അലിഗേഷൻസ് ഉണ്ടാക്കാനും മെയിലയക്കാനും മുന്നിൽ നിന്ന ഒരാളാണ്. CCTV ഫുട്ടേജ് ആർക്കും നോർമലി ഒരാൾ ചെന്നാൽ അവിടുത്തെ ഫുട്ടേജ് കിട്ടൂല. ഇയാളും അതുപോലെ തന്നെ CIO ഉണ്ട്. CIO എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡാണ്, ഡയറക്ടർ കഴിഞ്ഞ അടുത്ത ആളാണ്. ഇയാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു CCTV ഫുട്ടേജ് ഒരു ലോക്കൽ പേഴ്സണലോ ഒരു സെക്യൂരിറ്റിക്കോ കിട്ടില്ല. അങ്ങനത്തെ ആളാണ് സെക്യൂരിറ്റി മാനേജറായ ഒരു പ്രതിയുണ്ട് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ്. അയാൾ മുഖാന്തരം സിനിത അതുപോലെ തന്നെ ഷൈജു എന്നീ രാകേഷ് ഇവർ മുഖാന്തരമൊക്കെ തന്നെ ഈ CCTV ഫുട്ടേജ് എടുത്തിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് നാട്ടിലും ഗ്രൂപ്പുകളിലും 100ഓളം വരുന്ന ക്ലീനിങ് സ്റ്റാഫിലും പല സ്ഥലത്തും ഞാനൊരു ദുർനടത്തക്കാരി എന്നുള്ള രീതിയിലേക്ക് ഇവർ സെൻഡ് ചെയ്തിട്ട് ഇവിടെ ഈ IMനുള്ളിൽ നടക്കുന്നത് വളരെ മോശമായ കാര്യമാണ്, അതുകൊണ്ടാണ് അവരെ പുറത്താക്കി എന്നുള്ള രീതിയിൽ ന്യൂസ് അങ്ങ് സ്പ്രെഡ് ചെയ്തു. പക്ഷെ ഇതിനും വലിയ കാര്യങ്ങൾ IMനുള്ളിൽ നടക്കുന്നത് അവർ ഹൈഡ് ചെയ്തു. പലതും നടക്കുന്നുണ്ട് അവിടെ. ഒരു കുട്ടിക്ക് പീഡനം നടന്നിട്ട് അതിൽ പ്രതികളെ പോലും പിടിച്ചിട്ടില്ല. കുന്നമംഗലത്തുള്ള കേസാണ്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ എന്നാൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതിൽ ഇതിനെ വലിയ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളെ അവിടെ നിന്ന് നമ്മളൊരു ഒന്നിനും കൊള്ളാത്ത രീതിയിൽ നമ്മൾ പഠിച്ച ഒരു ഡിഗ്രിക്കോ നമ്മളൊരു PGക്കോ നമ്മുടെ സർട്ടിഫിക്കറ്റിനോ വില വെക്കാതെ നമ്മളെ എവിടെയില്ലാത്തൊരു അപമാനം നമുക്ക് അവിടെ നിന്നുണ്ടായി. ജാതീയപരമായിട്ടും മാനുഷികമായിട്ടും സ്ത്രീ എന്ന നിലയിലും അപമാനം ഉണ്ടായി. എന്നിട്ട് ഈ പരാതിയായി ചെന്ന സമയത്ത് പ്രേമചന്ദ്രൻ സാറും ഇതുപോലെ തന്നെ എല്ലാം കേട്ടിട്ട് ഞങ്ങൾ മൊഴിയെടുക്കാൻ ചെന്ന IM സൈറ്റിൽ ചെന്ന സമയത്ത് വളരെ ഇയാളെ ഹാർദവമായി ഷെയ്ക്കൻഡ് കൊടുത്ത് വളരെ ഇയാളെ സ്വീകരിച്ചു കൊണ്ടുപോയി മൊഴിയെടുക്കുന്ന രീതിയിൽ പ്രതികളാണ് അവരെ കൂടി നിന്ന് സംസാരിക്കുന്നത്. ഈ പ്രതികളെല്ലാം കൂടെ നിന്ന് ഇയാളുമായി ചിരിച്ചും കളിച്ചാണ് സംസാരിക്കുന്നത്. അന്നേ എനിക്ക് മനസ്സിലായി ഇതും നീതി കിട്ടൂല എന്നുള്ളത്. കാരണം വലിയ റാങ്കുള്ളവരും വലിയവരും പറയുമ്പോഴാണ് അത് നിയമമായിട്ട് മാറുന്നത്. അവരത് മാത്രമേ നീതിയുള്ളൂ. നമുക്ക് നീതിയില്ല. നമ്മൾ സത്യം പറയുമ്പോൾ ആർക്കും അത് കണ്ണു തുറക്കുന്നില്ല, നീതിയിലേക്ക് എത്തുന്നില്ല. നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെയൊക്കെ വഴികളിൽ പോയിട്ട് നമുക്ക് നീതി കിട്ടിയില്ല. അതുപോലെ തന്നെ ACP ഓഫീസിലെ ബിജോയ് എന്ന് പറഞ്ഞ SI പോലും നമ്മളോട് മൊഴിയെടുക്കുമ്പോൾ പല പേഴ്സണൽ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലാണ്. നിങ്ങൾ ഡിവോഴ്സ് ചെയ്തല്ലോ, നിങ്ങളുടെ ഭർത്താവിനെ കാണുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടീൻ്റെ ഒരു കാര്യത്തിന് അയാൾ വന്നപ്പോൾ ലീഗലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടേന് വന്നു. അങ്ങനത്തെ കാര്യങ്ങൾ പ്രൈവറ്റായി ഡിറ്റക്റ്റീവ് ഇവർ അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ IMനുള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളവർ അന്വേഷിച്ചില്ല. ഞാൻ എവിടെ പോടും, ഞാൻ എവിടെ വരുന്നു, നിങ്ങൾ എന്തിനാ അയാളെ വിളിക്കുന്നത്, നിങ്ങൾ ഭർത്താവ് ഡിവോഴ്സ് ചെയ്തല്ലേ, നിങ്ങൾ എന്തിനാ എങ്ങനെ കാണുന്നത്, നിങ്ങൾ അവിടുന്ന് പൈസ മേടിച്ചല്ലോ, ഇങ്ങനത്തെ ഇല്ലീഗലായിട്ടുള്ള നമ്മളായിട്ട് ബന്ധപ്പെടാത്ത IMമായി ബന്ധപ്പെടാത്ത ജാതീയപരമായോ ആവാത്ത കാര്യങ്ങൾ ഇവൾ മൊഴിയെടുത്തിട്ട് വേണ്ടാത്ത സാക്ഷികളെയൊക്കെ മൊഴിയെടുത്ത് വെച്ചിട്ട് നമുക്ക് കേസിന് വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം 3 ദിവസം മുമ്പ് നമുക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഫാൾസ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്കത് 7 ദിവസത്തിനുള്ളിൽ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് തെറ്റാണെന്ന് എൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഞാനത് മൊഴി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു അതിജീവിതയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് അതുപോലെ തന്നെ അവിടെ കൂടെ നിന്നിരുന്ന ഒരു ഹോസ്റ്റൽ സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അയാൾ കോൺട്രാക്ട് ബേസിലാണെങ്കിൽ കൂടി അവർക്കുള്ള ഇഷ്ടക്കാരെ അവർ 60 വയസ്സ് കഴിഞ്ഞ് അവരെ ജോലിക്ക് വെക്കുന്നുണ്ട്. CO ആയിക്കോട്ടെ AO ആയിക്കോട്ടെ എല്ലാവരും 60 വയസ്സിന് ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ വന്ന സൂപ്പർവൈസർ ആയിക്കോട്ടെ പെൻഷനായിട്ട് പിന്നെ അയാൾ ജോലിക്ക് കയറി വന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇതിലൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ക്ലീനിങ്ങിലെ സ്റ്റാഫുകൾ ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് ലിക്കർ എത്തിച്ചു കൊടുക്കുക, കുട്ടികൾക്കുള്ള മറ്റ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ക്ലീനിങ് ജെൻസ് സ്റ്റാഫ് മുഖാന്തരം അവിടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ട് ഞാൻ ഇയാളോട് ചോദിച്ചിട്ടുണ്ട്, സൂപ്പർവൈസറോട്, സാറേ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, എന്തിനാണ് സാറേ ഇവർ ചെക്ക് ചെയ്തിട്ടല്ല അകത്തേക്ക് കയറ്റാവുന്നത്. അതിനുശേഷം ചെക്കിങ് ഇത്തിരി സ്ട്രോങ് ആണെങ്കിൽ കൂടി ഇയാളത് അവരെയൊക്കെ അറിയിച്ച് എൻ്റെ അടുത്ത് ഇതുവരെയൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമാണ് അവളിവിടെ നിന്നാൽ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവർക്കെതിരെ
അവർക്കെതിരെ നമ്മൾ ഗ്രൂപ്പായി കൂടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് ഒരു പരാതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ മൊന്ത മോഹനകൃഷ്ണ സുരേന്ദ്രൻ മുഖാന്തരം ഈ നമ്മുടെ ഏജൻസിക്ക് അയക്കുകയും ഏജൻസി ഇവരുടെ AO എന്നൊക്കെ പറഞ്ഞ ആളുടെ പ്രഷർ കാരണം ഏജൻസി ബ്ലാക്ക് ലിസ്റ്റിൽ പെടണ്ടെന്ന് കരുതിയിട്ട് അവരത് എന്നെ ടെർമിനേറ്റ് ചെയ്യുക അയക്കുകയും എൻ്റെ ഒരു പരാതിക്ക് എൻ്റെ ജാതി ആക്ഷേപത്തിനെതിരെ എനിക്കൊരു സെക്യൂരിറ്റി പ്രൊസീജിയർ എന്നൊക്കെ വളരെ ലേഡി എന്നുള്ള മാനസികമായിട്ട് അതും ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഇയാളുടെ പ്രകാരം കള്ളപ്പരാതി കൊടുത്തിട്ടാണ് എന്നെ SIS ഏജൻസിയിൽ നിന്നും പരാതി പ്രകാരം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ടോമ, ഇതാണ് വളരെ കടുത്ത ജാതി വിവേചനവും ഒപ്പം മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് അവിടെ നിന്നും നേരിടേണ്ടി വന്നത്. പോലീസിൽ നിന്നും ഒരു നീതി ലഭിച്ചിട്ടുമില്ല. ഇനി കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് പോയി മൊഴി നൽകി ഈ കേസിൽ ഒരു ബാക്കി നടപടികളിലേക്ക് നീങ്ങുക എന്നാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലുമാണ് ഈ യുവതി. അനീഷ്, ഇവിടെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഒരു വശത്ത് ജാതീയമായ അധിക്ഷേപം, തൊഴിൽ നഷ്ടപ്പെടുന്നു, സ്വന്തം കുടുംബജീവിതം പോലും തകരുന്നൊരു അവസ്ഥ. തുടർച്ചയായി വേട്ടയാടപ്പെട്ട ഒരു യുവതിയാണ് ഇപ്പോൾ ന്യൂസ് 18നോട് തൻ്റെ ദുരനുഭവം വിവരിച്ചത്. അതായത് ഇപ്പോൾ പോലീസിൽ പോലും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഈ യുവതിയെ സംബന്ധിച്ച്. ഇനി എന്താണ് അവരുടെ അടുത്ത നീക്കം? എന്താണ്? പോലീസിനെ സമീപിച്ചിട്ടും ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ യാതൊരു തൃപ്തിയുമില്ല, നീതി കിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഒരു നീതി ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, അങ്ങനെയാണോ? ഈ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും നടപടിയായോ? മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ള ഏജൻസികൾക്കൊക്കെ നിങ്ങൾ പരാതി കൊടുത്തു? ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ആദ്യത്തിൽ ഇങ്ങനെ വന്നു, ACP അന്വേഷിക്കാൻ വന്നു. അതിൽ കൃത്യമായ മറുപടി ലഭിച്ചു. നമുക്ക് എതിരായിട്ട് ഫാൾസ് ഇൻഫർമേഷൻ വന്നതുകൊണ്ട് നമ്മൾ രണ്ടാമതും പരാതി കൊടുത്തു. ഇപ്പം അത് തിരിച്ച് വന്നിട്ടുണ്ട്. ACP നോർത്ത് ഉമേഷ് സാറിനാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്, അന്വേഷണ ചുമതല. പിന്നെ പോലീസിൽ ഇപ്പോൾ അന്വേഷിക്കുന്ന ലോക്കൽ പോലീസ് സെയിം റിപ്പോർട്ട് തന്നെയായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് ആ അന്വേഷണത്തിൽ ഒരു തീരെ താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഇതേ സെയിം റിപ്പോർട്ട് തന്നെയായിരിക്കും അവർ ഇതിലും വെക്കുക. ഈ ലോക്കൽ പോലീസ് തന്നെയായിരിക്കും അന്വേഷിക്കുക. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ്. മറ്റെന്തെങ്കിലും ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ഇത് തന്നെ ഒരു ബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഇതൊരു നീതി കിട്ടണം എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾ അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ഇത് കോടതിയിൽ ഏതൊരു മനുഷ്യനും അവസാനം എത്തുന്ന കോടതിയുണ്ട്. ഒരുപാട് നമ്മൾ നടന്നാലും പിന്നെയും നമ്മൾ എത്തിപ്പെടുന്ന കോടതിയിലേക്കാണ്. ആ കോടതിയിൽ നിന്നൊരു നീതി കിട്ടും. മജിസ്ട്രേറ്റിനൊരു മൊഴി കൊടുത്താൽ കൃത്യമായ കാര്യങ്ങൾ വന്നാൽ ഈ പ്രതികളെല്ലാം അവിടെ വിളിച്ചു വരുത്തി നമുക്കൊരു തീരുമാനം ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി അവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പോലീസ് ഈ കേസിനെ ഒരു മുൻവിധിയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് നിങ്ങളുടെ തോന്നൽ? ഈ നിങ്ങൾക്ക് അനുകൂലമായും പറയാനുള്ള ആളുകളെ അവർ മൊഴിയെടുക്കുന്നില്ല. ഈ IAM പരിശോധിച്ചാലും ഇതിൻ്റെ തെളിവുകളൊക്കെ ലഭിക്കാനുള്ളതേ ഉള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് CCTV ഫുട്ടേജും പലതും അവർക്ക് കിട്ടാണ്ട്. പക്ഷെ അതൊന്നും അവർ ചെയ്യാതെ നമ്മൾ കൊടുത്ത മൊഴികളെല്ലാം വാസ്തവവിരുദ്ധമാണെന്നുള്ള രീതിയിൽ പോലീസ് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത്രയും ഇവർക്ക് തന്നെ മൊഴി തരാമെന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ അവർ ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ട് IAM. ആരും മൊഴി കൊടുക്കരുത് എന്നുള്ള രീതിയിൽ. മൊഴി കൊടുത്താൽ അവരെ പുറത്താക്കും, ഒറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് അതിജീവിതൻ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് അവർ പുറത്താക്കി. അവർ പിന്നെ അതിനുശേഷം NIT എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലിക്ക് പോയിട്ട് അവിടെ ഈ സെയിം ആൾക്കാർ IAM ഈ പറഞ്ഞിരിക്കുന്ന ഈ യൂണിയനിൽപ്പെട്ട ആൾക്കാർ ചെന്നിട്ട് ആ ലേഡീൻ്റെ അവിടെയുള്ള ജോയിൻ ചെയ്യാൻ നിൽക്കുന്നതിന് തലേന്നാണ് അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. കാരണം നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടും നമ്മളെ ജീവിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. വലിയൊരു ഫോക്കസ് പോലെ നമ്മളെ പുറകെ അവർ പിന്തുടരുകയാണ്, നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതെ. അപ്പം നമുക്ക് എവിടെ നിന്ന് നീതി കിട്ടുന്ന പോലീസ് സ്റ്റേഷൻ നമ്മൾ ഹൈ ലെവലിൽ ചെല്ലുമ്പോൾ അവിടെയല്ലേ ഇവരെ ആൾക്കാർ എത്തിയിട്ട് അതിനെ പൊളിറ്റിക്കലി അതിനെ നമുക്ക് തളർത്തിയിട്ട് ഇതാ ചെയ്യുന്നത്. ഈ അതിജീവിതയുടെ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും പിരിച്ചുവിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിജീവിതയും പിരിച്ചുവിട്ടു. അതിജീവിതനെ ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിട്ടതല്ല, അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത കടുത്ത മാനസിക സമ്മർദ്ദം കാരണം. പിന്നെ അതിനിടെ ഇവരെല്ലാവരും കൂടെ എനിക്ക് ചെയ്തതുപോലെ അതിജീവിതക്കെതിരെയും കള്ളപ്പരാതികൾ ഉണ്ടാക്കിയിട്ട് ഇവരെ അയക്കുകയും പക്ഷെ അത് കൃത്രിമമാണെന്ന് തെളിയുകയും ചെയ്തു. കാരണം ഇവരൊരു കുട്ടിയുടെ ഹോസ്റ്റലിൽ ഒരു കുട്ടിയുടെ പേരിൽ അവിടെ ക്ലീൻ ചെയ്തില്ല, ഇവർ ചെയ്യുന്ന ജോലി വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പരാതി അയച്ചു. അതുകൊണ്ട് ജോലി ടെർമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്യുക, ആ ജോലിയിൽ നിന്ന് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ലെറ്റർ മേടിച്ച് വെച്ചു, ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ആ പരാതി പൊളിയുകയും അതിൽ രാമദാസ് എന്ന് പറഞ്ഞ ആൾ വളരെ മോശമായ രീതിയിൽ ആ കുട്ടിയോട് പെരുമാറി അവൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കഠിനമായ ജോലികൾ 4ാം നിലയിൽ നിന്നൊക്കെ ക്ലീനിങ് സാധനങ്ങൾ ഒറ്റയ്ക്ക് താഴേക്ക് വലിയ ബക്കറ്റിലുള്ള കൊണ്ടുവരിക, ഭയങ്കര ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് കിട്ടും. അത് 10-20 ഹോസ്റ്റൽ റൂമുകൾ ഒന്നിച്ച് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാനും അവളോട് സംസാരിക്കരുത് എന്നുള്ള രീതിയിലും ഒരുപാട് ഹറാസ്മെന്റ് ആ കുട്ടി അവിടെ നേരിട്ട്. അതിനുശേഷം ആത്മഹത്യയുടെ വക്കുന്നാണ് ആ കുട്ടി അവിടെ നിന്ന് ജോലിയിട്ട് പോയതാ, സ്വമേധ ഇട്ടെറിഞ്ഞു പോയതാണ്. ആ കുട്ടി 2 മക്കളെ സിംഗിൾ പാരന്റ് ആയിരുന്നു അന്ന്.
അത്രയും ദുരിതത്തിൽ ആത്മഹത്യയുടെ വക്കുന്നാണ് ആ കുട്ടി അവിടെ നിന്ന് ജോലി കിട്ടുന്നത്. ഇതാണ് ടോം അവസ്ഥ. കാരണം അതിജീവിതം ഒരു പരാതി നൽകുന്നു, ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, ആ ജീവനക്കാരനെ അവിടുന്ന് പിരിച്ചുവിടുന്നു. പക്ഷേ പിന്നീട് ഈ സമ്മർദ്ദ ശക്തികളുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി അത് ജോലി തുടരാൻ കഴിയാത്തൊരവസ്ഥ വരികയും അവർ ആ ജോലി തന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന അവസ്ഥ, ഈ പരാതി നൽകിയ സ്ത്രീയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന അവസ്ഥ, അങ്ങേയറ്റം കടുത്ത മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ആ ക്യാമ്പസിൽ നടക്കുന്നതെന്നാണ് ഈ പരാതിക്കാരിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിൻ്റെ മറ്റൊരിരയാണ് കോഴിക്കോട് IIMലെ ഈ താൽക്കാലിക ജീവനക്കാരി. അവരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം, കുടുംബജീവിതം തകരുന്ന സാഹചര്യം, പോലീസിൽ നിന്ന് പോലും നീതി ലഭിക്കാത്ത അവസ്ഥ. തുടർന്നിനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ യുവതിയുടെ തീരുമാനം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.